ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. 1314 സ്ഥാനാർത്ഥികളാണ് ഒന്നാം ഘട്ടത്തിൽ മത്സരക്കളത്തിലുള്ളത്. ഒന്നാം ഘട്ടത്തിൽ NDAയിൽ നിന്ന് 57 സീറ്റുകളിൽ മത്സരിക്കുന്ന JDUവിന് ഫലം നിർണായകമാണ്. ഈ 57 സീറ്റുകളിൽ 23 2020 JDU വിജയിച്ചിരുന്നു. ആദ്യ മണിക്കൂറിൽ തന്നെ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവും കുടുംബവും വോട്ട് രേഖപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രിമാരും മാതാപിതാക്കളുമായ ലാലു പ്രസാദ് യാദവിനും റാബ്രി ദേവിക്കും ഒപ്പമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ബീഹാറിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തേജസ്വി പ്രതികരിച്ചു. बिहार के लोगों से यही अपील है कि मतदान केंद्र जाएं, अपने वर्तमान भविष्य को देखते हुए वोट दें। नौकरी, रोजगार, कारखाने बिहार में खुले, अच्छी शिक्षा चिकित्सा हो, पढ़ाई दवाई कमाई की जो बात करें उसको जो है मतदान करें। यही हम सब लोगों से अपील करना चाहते हैं। उम्मीद क्या है सर? उम्मीद हम लोग जीतेंगे, सब लोग जीतेंगे, बिहार जीतेगा। 18 तारीख को बदलेंगे सरकार, 18 तारीख को बदलेंगे सरकार, 14 को नई सरकार मिलने वाली है। चलिए ER രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ER, പടായി ദവായ് കമായി വലിയ ആത്മവിശ്വാസത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. പുതിയ സർക്കാർ എത്തുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു തേജസ്വി യാദവ്. ഇത്രമാത്രം ആത്മവിശ്വാസം നൽകാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് ER? എൽദോ, വോട്ടെടുപ്പ് ആരംഭിച്ച് ഇപ്പോൾ ഏതായാലും 2 മണിക്കൂർ പിന്നിടുകയാണ്. ഔദ്യോഗികമായി കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ആദ്യ മണിക്കൂറിലെ വോട്ട് കണക്കുകൾ വന്നിട്ടില്ല. എങ്കിൽ പോലും ഒരു 10% പോളിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ രാവിലെ വലിയ തിരക്ക് പ്രകടമാണ്. ഏതായാലും എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതീക്ഷ ഇത്തവണ മഹാസഖ്യം പുലർത്തുന്നുണ്ട്. മഹാസഖ്യത്തെ ബീഹാറിൽ നയിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് അത്തരമൊരു പ്രതികരണമാണ് നടത്തിയത്. അദ്ദേഹം കുടുംബത്തോടൊപ്പം ലാലു പ്രസാദ് യാദവും ഒപ്പം തന്നെ റാബ്രി ദേവിക്കും സഹോദരിമാരായ മിസ ഭാരതിക്കും രോഹിണി ആചാര്യയ്ക്കും ഒപ്പമാണ് വോട്ട് ചെയ്യാൻ എത്തിയത്. ഇവരെല്ലാവരും തന്നെ വലിയ പ്രതീക്ഷ പങ്കുവച്ചു. മിസ ഭാരതി പാടലിപുത്രയിൽ നിന്നുള്ള MP ആണ്. മിസ ഭാരതി പറഞ്ഞത് 150-നും 160-നും വരെ സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമെന്നാണ്. ലാലു പ്രസാദ് യാദവ് ഉറപ്പിച്ചു പറയുന്ന ഒരു മാറ്റം ഇത്തവണ ബീഹാറിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷ ഏതായാലും ഇന്ത്യ സഖ്യം പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് 121 മണ്ഡലങ്ങളാണ്. ഈ 121 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് ഏറെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു തെരഞ്ഞെടുപ്പ് ഫലം വരാനുള്ള കാരണം ഇന്ത്യ സഖ്യം ആദ്യഘട്ടത്തിൽ നടത്തിയ മുന്നേറ്റമാണ്. പ്രത്യേകിച്ച് പട്ന അടക്കമുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. പട്ന കഴിഞ്ഞ തവണ പരമ്പരാഗതമായി JDU മേൽക്കൈ നേടുന്ന ജില്ലയാണ്. പക്ഷേ കഴിഞ്ഞ തവണ 14-ൽ 9 സീറ്റും ഇന്ത്യ സഖ്യം ജയിച്ചു. അതിനോട് ചേർന്ന് കിടക്കുന്ന സിവാൻ ജില്ലയിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം RJDയും ഇന്ത്യ സഖ്യവും നടത്തി. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഇത്തവണയും ഇന്ത്യ സഖ്യത്തിനുണ്ട്. ഏതായാലും കഴിഞ്ഞ തവണത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് സാഹചര്യം. NDA 125, മഹാസഖ്യം 110, മറ്റുള്ളവർ 7, LJP 1. ഇത്തവണ പക്ഷേ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റമുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറു പാർട്ടികൾ നിർണായകമായിരുന്നു. ചെറു പാർട്ടികളുമായി ആരൊക്കെ സഖ്യമുണ്ടാക്കിയോ അവരെല്ലാം വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഉദാഹരണത്തിന് VIP കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തുമായി സീറ്റ് തർക്കത്തെ തുടർന്ന് ഏറ്റവും അവസാന നിമിഷം NDAയിൽ ചേർന്നതാണ്. അവർ 4 സീറ്റിൽ വിജയിച്ചു. അപ്പോൾ ഈ ഒരു ടൈറ്റ് ഫൈറ്റ് വരുമ്പോൾ ഈ ചെറിയ പാർട്ടികൾ വലിയ ഫാക്ടർ ആകുന്നുണ്ട്, പ്രധാനപ്പെട്ട ഘടകമാകുന്നുണ്ട്. അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LJP ഇത്തവണ മുന്നണിയുടെ ഭാഗമാണ്. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച ഉപേന്ദ്ര കുശ്വാഹയുടെ RLSP ഇത്തവണ NDAയുടെ ഭാഗമാണ്. NDAയ്ക്കൊപ്പം ചേർന്ന് മത്സരിച്ച VIP ഇത്തവണ മഹാസഖ്യത്തിലാണ്. അങ്ങനെ ചെറു പാർട്ടികളുടെ ഒക്കെ തന്നെ പ്രാതിനിധ്യം കൂട്ടിക്കൊണ്ട് പരമാവധി വിജയിക്കുക എന്ന തന്ത്രമാണ് മുന്നണികൾ പയറ്റുന്നത്. ഏതായാലും JDUവിൻ്റെ പ്രകടനം ഇത്തവണ എന്ത് എന്നുള്ളത് നിർണായകമാണ്. ഒപ്പം ബീഹാർ നിലനിർത്താൻ NDAയ്ക്ക് കഴിയുമോ എന്നുള്ളതും അതിനേക്കാൾ പ്രധാനമാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, ഒന്നാം മോദി സർക്കാരും രണ്ടാം മോദി സർക്കാരും എടുക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൽ BJPക്ക് ഭീഷണി ഉണ്ടായിരുന്നില്ല. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി സർക്കാരിനെയാണ് BJP നയിക്കുന്നത്. അവിടെ സഖ്യകക്ഷികൾ പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ച് TDP ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി, JDUവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മൂന്നാമത്തെ കക്ഷി. ആ JDU ആണ് ബീഹാറിൽ ഭരിക്കുന്നത്. നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഏറ്റവും ഒടുവിലാണ് BJP പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് നിതീഷിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിതീഷ് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം, വിജയബിംബം എന്ന് തിരിച്ചറിഞ്ഞത് ഏറ്റവും വൈകിയാണ് BJP. അതുകൊണ്ട് തന്നെയാണ് നിതീഷിനെ പ്രഖ്യാപിക്കാൻ BJP നേതാക്കൾ ഏറ്റവും ഒടുവിൽ തയ്യാറായത് പോലും. അപ്പോൾ എങ്ങനെയായിരിക്കും NDAയുടെ പ്രകടനം എന്നതൊക്കെ തന്നെ ബീഹാറിൽ മാത്രമല്ല, അതിൻ്റെ പ്രകമ്പനം സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോഴും സമാനമായ സാഹചര്യം തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
കഴിഞ്ഞ 2000 ER രാഗേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും തേജസ്വി യാദവ് വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ER സൂചിപ്പിച്ചതുപോലെ നിർണായകമാണ്, പ്രത്യേകിച്ചും ഒന്നാം ഘട്ടം. അത് JDUവിന് നിർണായകമാണ്, അതുപോലെ തന്നെ RJDക്കും. കാരണം കഴിഞ്ഞ തവണ ആദ്യഘട്ടത്തിലാണ് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ RJDക്ക് സാധിച്ചത് എന്നുള്ളത് ഈ തവണയും കൂടി ചേർത്ത് വായിക്കണം. എന്താണെങ്കിലും തേജസ്വി സൂചിപ്പിച്ചതുപോലെ സർക്കാർ പുതിയ സർക്കാർ വരും, മറ്റൊരു സർക്കാരിലേക്ക് എത്തും എന്നുള്ള ആത്മവിശ്വാസം, അതാണ് ആദ്യ മണിക്കൂറിലെ ബൈറ്റ്. രാകേഷ്, തേജസ്വി പറഞ്ഞ് നമ്മൾ കേട്ടു. ഇനി ഈ RJDക്കും വളരെ നിർണായകമല്ലേ ഒന്നാം ഘട്ടം? കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ RJDക്ക് സാധിച്ചത് ഒന്നാം ഘട്ടത്തിലല്ലേ? അതെ എൽദോ, RJD കഴിഞ്ഞ തവണ മഹാസഖ്യം നേട്ടമുണ്ടാക്കിയ ജില്ലകളിലൂടെ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ അതിന് പ്രത്യേക കാരണവും ഉണ്ടായിരുന്നു. കാരണം LJP കഴിഞ്ഞ തവണ NDAയുടെ ഭാഗമായിരുന്നില്ല. JDUവിനെതിരെ മാത്രം മത്സരിക്കുന്ന സാഹചര്യം LJP ഉണ്ടായിരുന്നു. ചിരാഗ് പാസ്വാൻ, പ്രത്യേകിച്ച് രാംവിലാസ് പാസ്വാന്റെ മരണത്തിന് ശേഷം പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് NDAയിൽ നിന്ന് പുറത്തു പോവുകയും ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്യുന്നു. അതിൽ തന്നെ JDUവിന് വലിയ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണമായത് അന്ന് ചിരാഗ് പാസ്വാൻ തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നതാണ്. പക്ഷേ ഇത്തവണ ചിരാഗ് അങ്ങനെയല്ല. ചിരാഗ് NDAയ്ക്കൊപ്പമാണ്. നിതീഷ് തന്നെ നയിക്കുമെന്ന് പലപ്പോഴായി പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. അവർ തമ്മിൽ അത്ര സുഖത്തിലല്ല എങ്കിൽ പോലും അതുകൊണ്ടൊക്കെ തന്നെ ഇത്തവണ എന്തായിരിക്കും സാഹചര്യം എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം RJDയെ സംബന്ധിച്ച്. കാരണം ഈ ഒന്നാം ഘട്ടത്തിൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ മാത്രമായിരിക്കാം രണ്ടാം ഘട്ടത്തിലെ പെർഫോമൻസ് കൊണ്ട് ഭരണത്തിലേക്ക് എത്താൻ കഴിയുക. അവിടെയും പല വെല്ലുവിളികൾ ഇത്തവണയും നിലനിൽക്കുന്നുണ്ട്. കാരണം രണ്ടാം ഘട്ടത്തിലാണ് സീമാഞ്ചൽ അടക്കമുള്ള മേഖലകളിൽ വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. അവിടെ ഒവൈസിയുടെ പാർട്ടി, മജ്ലിസ് പാർട്ടി എന്തൊക്കെ കഴിഞ്ഞ തവണ അവർ വലിയ വോട്ട് കട്ടറായിരുന്നു, 5 സീറ്റുകൾ അവർ നേടി. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ ഇത്തവണയും ബീഹാറിൽ നിലനിൽക്കുന്നുണ്ട്. പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ഭരണവിരുദ്ധ വികാര വോട്ടുകൾ, ആ വോട്ടുകൾ ചോർത്തുമോ എന്ന ആശങ്ക മുന്നണികൾക്കൊക്കെ തന്നെ, ആരുടെ വോട്ടുകൾ നേടും എന്ന ആശങ്ക മുന്നണികൾക്കുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേത് പോലൊരു പ്രകടനം ഒന്നാം ഘട്ടത്തിൽ നേടുക, അത് തന്നെയാണ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. NDAയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ മോശം പ്രകടനത്തിന് ഒരു തിരിച്ചുവരവാണ് അവർ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് പട്നയൊക്കെ 14 മണ്ഡലങ്ങളുണ്ട്. കഴിഞ്ഞ തവണ 9 മണ്ഡലങ്ങളിൽ വിജയിച്ചത് മഹാസഖ്യമായിരുന്നു. അപ്പോൾ ഒരു തിരിച്ചുവരവ് അവിടെ JDUവും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. എങ്കിൽ പോലും നിതീഷ് കുമാർ എന്ന് പറയുന്ന ബീഹാറിൽ കാലങ്ങളായി വികസനം കൊണ്ടുവരുന്ന നേതാവ്, ആ നേതാവിന് കീഴിൽ ഒരു വലിയ മുന്നേറ്റം നടത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും NDA പുലർത്തുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാനമായി അവർ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും സാഹചര്യം, അതിന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യും. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ വോട്ട് ചോർച്ച, വോട്ട് കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വോട്ടവകാശ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയത്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ വിഷയമായി മാറുമോ എന്നൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് സഖ്യത്തിനും, NDAയ്ക്കും മഹാസഖ്യത്തിനും ഒരുപോലെ നിർണായകമാണ് ബീഹാറിലെ ജനവിധി. റൈറ്റ്. ഇനി ഈ ആദ്യ മണിക്കൂറിൽ അത് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിൽ പോലും ഭേദപ്പെട്ട പോളിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഈ ഇപ്പോൾ തേജസ്വിയുടെ കാര്യം പറഞ്ഞാൽ തേജസ്വിയുടെ മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക് ഇനി പോകുമായിരിക്കും. ഒപ്പം മറ്റ് പ്രചാരണ പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഈ ഒരു സാധാരണ ഒരു രീതി എങ്ങനെയാണ് ബീഹാറിൽ ഈ ആദ്യ മണിക്കൂറിൽ നിന്നും പിന്നീട് വൈകിട്ടാകുമ്പോഴേക്കും 6 മണിയാകുമ്പോഴേക്കും പോളിംഗ് മികച്ച രീതിയിലേക്ക് വരുന്ന ഒരു രീതിയാണോ, പ്രത്യേകിച്ചും ഈ മണ്ഡലങ്ങളെങ്കിലും ആദ്യഘട്ടത്തിലെങ്കിലും? താരതമ്യേന കേരളവുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന പോളിംഗ് കുറവ് രേഖപ്പെടുത്തുന്ന സംസ്ഥാനമാണ് ബീഹാർ. പ്രത്യേകിച്ച് 60-65% തന്നെയാണ് ശരാശരി പോളിംഗ്. പക്ഷേ ഇത്തവണ വലിയ പ്രചാരണം, വാശിയേറിയ പ്രചാരണം നടത്തിയിട്ടുണ്ട് മുന്നണികൾ. കാരണം രണ്ട് മുന്നണികൾ തമ്മിൽ മാത്രം മത്സരിക്കുന്ന ഒരു രീതിയായിരുന്നു ബീഹാറിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായിരുന്നത്. NDAയും ഒപ്പം തന്നെ മഹാസഖ്യവും. അതിനിടയിലേക്കാണ് പുതിയ രാഷ്ട്രീയ പാർട്ടികളുടെ രംഗപ്രവേശം. പ്രത്യേകിച്ച് ജൻസുരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി, അവർ വരുന്നു. അപ്പോൾ വലിയ തോതിലുള്ള പ്രചാരണം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ അടക്കം ഭാഗത്തുനിന്ന് വോട്ടർമാരെ പരമാവധി ബൂത്തുകളിൽ എത്തിക്കാനുള്ള പ്രചാരണ പരിപാടികൾ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിംഗ് കൂടുമോ എന്നൊരു ആകാംക്ഷ ഇത്തവണ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആദ്യ മണിക്കൂറിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ബൂത്തുകളിൽ വലിയ തിരക്കുകൾ പ്രകടമാണ്. പക്ഷേ ഔദ്യോഗികമായൊരു കണക്കിലേക്ക് കമ്മീഷൻ ഇതുവരെ വന്നിട്ടില്ല. എങ്കിൽ പോലും ആദ്യത്തെ 2 മണിക്കൂറിൽ ശരാശരി കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 10% താഴെ 8-9% പോളിംഗ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏതായാലും നിലവിലുള്ളത്. റൈറ്റ്.
പോളിംഗ് ശതമാനം ഇനി ഉയരുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാണെങ്കിലും ഭേദപ്പെട്ട പോളിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. ആദ്യ മണിക്കൂറിൽ ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ബീഹാറിലെ ജനവിധി അത് ഇന്ന് തുടങ്ങുകയാണ്. 14-നാണ് ഫലപ്രഖ്യാപനം. അന്ന് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള പ്രഖ്യാപനത്തോടുകൂടിയാണ് ഇന്ന് തൊട്ടു മുമ്പ് പോളിംഗ് ബൂത്തിൽ അവിടെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തേജസ്വി യാദവിൻ്റെ പ്രതികരണം എത്തിയത്.